എന്നാ സഹനം വന്നാലും, എന്നാ തെറ്റിദ്ധാരണ വന്നാലും, എന്ത് പുഴുക്കുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റാലും, നിങ്ങൾ ഏറ്റവും തോറ്റ് ഏറ്റവും കീറി മുറിഞ്ഞ് നിൽക്കുമ്പോഴും, നിങ്ങൾ ആത്മവഞ്ചനയുടെ ഏറ്റവും വലിയ ഭാരം കൊണ്ട് നിൽക്കുമ്പോഴും, നിങ്ങൾ തീ പൊള്ളി നിൽക്കുമ്പോഴും, നിങ്ങളെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ പിടിച്ചെടുക്കാൻ, നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ, ആ ആള് നിങ്ങളെ ആ വേദനയിൽ നിന്ന്, തെറ്റിദ്ധാരണയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ നല്ല അച്ഛൻ പറയണത്. ആ തെറ്റിദ്ധാരണയിൽ, ആ വേദനയിൽ, ആ പ്രലോഭനത്തിൽ, ആ പടുകുഴിയിലേക്ക് കൈനീട്ടി പിടിച്ച ഒരാൾ നിങ്ങളെ പൊക്കിയെടുത്ത് ചുമ്മാ അപ്പുറത്തോ ഇപ്പുറത്തോ കൊണ്ട് വെക്കുകയല്ല, അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇട്ടേച്ച് പോകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ആ സഹനം വന്ന സ്ഥലത്തേക്ക് നിങ്ങൾ തിരിച്ചു പോയത് എന്തിനാണെന്നറിയോ? എവിടെയോ ഉള്ളിൽ വെച്ചറിഞ്ഞു, ഈ സഹനത്തിലാണ് അപ്പന്റെ നെഞ്ചോട് ഞാൻ ചേർന്നത്. ഈ സഹനം ഇല്ലായിരുന്നെങ്കിൽ, ഈ തെറ്റിദ്ധാരണ ഇല്ലായിരുന്നെങ്കിൽ, ഇത്രയും വലിയൊരു വീഴ്ച വന്നില്ലായിരുന്നെങ്കിൽ, ഞാനൊരു ചുമ്മാ പഴം പുഴുങ്ങിയ ക്രിസ്ത്യാനിയായിട്ട് നിന്നേനെ. നൗ ഐ ആം എ പവർഫുൾ ക്രിസ്ത്യൻ. എന്റെ ഈശോയുടെ നെഞ്ചിന്റെ ചൂടറിഞ്ഞ ക്രിസ്ത്യാനിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ അറിഞ്ഞോണം ആ ചൂട്. വേറെ എങ്ങോട്ട് നമുക്കൊന്നും കൊടുക്കാനില്ല, വേറെ എങ്ങോട്ട് നമുക്ക് ചേരാനില്ല. ഇത് ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന വചനങ്ങളെല്ലാം എനിക്കറിയാം, നിങ്ങൾ ഇന്ന് വന്ന ഇവിടെ ഇരിക്കുന്ന സകല എണ്ണത്തിനും കടന്നു പോകാനുള്ള അടുത്തൊരു വഴിയാണ്. നിങ്ങൾ ചാടിക്കയറും, എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് ഞാനത് വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കേട്ട വചനം 30 60 അല്ല, 100 മേനി ഈ വചനം, അതിന്റെ വ്യാഖ്യാനവും നിങ്ങൾ ബലം ചൂടുന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നത് ഞാൻ ഈശോയുടെ നാമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ.